ഹലോ ഫ്രണ്ട്സ്, മൂത്താപ്പാന്റെ മോക്ക് പുരയെടുക്കുന്നിടത്ത് ഒരു പ്ലാവ് ഉണ്ട്. ഇറ്റാച്ച് വരുമ്പോഴത്തേക്ക് അത് മുറിച്ച് ഒഴിവാക്കാൻ പറഞ്ഞിന്. പ്ലാവ് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കമാലാപ്പ പ്ലാവുമ്മ കയറിയിട്ട് അതിൻ്റെ ഓരോ കൊമ്പും കൊത്തി തായിലിടുകയാണ്. തായിലിട്ട കൊമ്പൊന്ന് പെയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളയമ്മ ചപ്പ് കൊത്തി എടുക്കുന്നുണ്ട്. അങ്ങനെ കൊമ്പെല്ലാം കൊത്തിക്കഴിഞ്ഞ് ജലീലളയെ പ്ലാവ് മുറിക്കാൻ വേണ്ടി കെയിമിൽ മെഷീനും എടുത്ത് പ്ലാവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് നൗഷാദളെ അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. കമാലാപ്പ അന്നേരം പ്ലാവിൻ്റെ മണ്ടക്കെന്ന് ഏണിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ജലീലളയെ മെഷീൻ വെച്ച് മുറിച്ചു തുടങ്ങി. കമാലാപ്പ തൊട്ടിപ്പുറത്തെ മരത്തിന് കയറിട്ട് പിടിച്ചിട്ടുമുണ്ട്. നൗഷാദ് അളി വിളയം ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്ലാവ് മുറിഞ്ഞ് നിലത്ത് വീണ് കെട്ടിയ കയറെല്ലാം ആപ്പ കഴിച്ചെടുത്ത്. പിറ്റേന്ന് രാവിലെ ഞാൻ ചായയും കുടിച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കലാം. ഉപ്പിണ്ട് അന്നേരം കൊടയെടുത്ത് എവിടെയോ പോയിട്ട് വരുന്നു. ഇളയ അന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇറ്റാച്ച് വന്നിട്ടുണ്ട്, ഞാൻ ചെരുപ്പ് ഇട്ട് അവിടെ പോയി. ആടെ എത്തി നോക്കുമ്പോൾ നമ്മളെ പണിയെടുപ്പിക്കുന്ന കോൺട്രാക്ടർ ഉണ്ട് ഒന്നിച്ചുള്ള പണിക്കാരന് കുമായി ഇടാൻ കാണിച്ചു കൊടുക്കുന്നു. നമ്മളെ ഉത്തമേട്ടൻ കോൺട്രാക്ടർ പറഞ്ഞ പോലെ അളവെല്ലാം പിടിച്ച് കുമായം പാരി ഇടുന്നുണ്ട്. അങ്ങനെ കുമായെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞാൻ കുറ്റുമിലുള്ള കയറെല്ലാം ഊരിയെടുത്ത് എൻ്റെ ചുറ്റി ഒരു സൈഡിനേക്ക് മാറ്റി വെച്ച്. അന്നേരം ഇളയ പണിക്കാർക്ക് ചായയും പാഞ്ഞു വരുന്നു. ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഡ്രൈവർ ഇറ്റാച്ചി കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കി. എനിക്ക് ഇറ്റാച്ചി കൊണ്ട് ഫില്ലർ വാർക്കേണ്ട ഓരോ കുണ്ടെടുക്കുകയാണ്. കോൺട്രാക്ടർ കുണ്ടിൻ്റെ ആയവും വീതിയും നീളവും എല്ലാം നോക്കുന്നുണ്ട്. നമ്മളെ കുടുംബത്തിൽ ഇന്നൊരു കുടിയലുണ്ട്. ഞാൻ ഡ്രസ്സും മാറ്റി കോൺട്രാക്ടറോട് പറഞ്ഞ് നേരെ കുടിയലിന് പോയി. തിരിച്ചു വരുമ്പോഴത്തേക്ക് കോൺട്രാക്ടർ ഇറ്റാച്ചി എല്ലാം പണിയെല്ലാം തീർത്ത് പോയിനി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടാ.